പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സമാധാനത്തോടെ സത്യത്തിൻ്റെ പാതയിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ അവകാശമാക്കിക്കൊണ്ട് ജീവിപ്പാൻ്റെ ഗുണം സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്ന എല്ലാ കൃപകൾക്കുമായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആവർത്തന പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം നൽകുന്നേരത്തെ ചിന്തയ്ക്കായിട്ട് എടുക്കാം. ബലവും ധൈര്യവുമുള്ളവരായിരിപ്പീൻ, അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. നിൻ്റെ ദൈവമായ യഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മോടൊപ്പം യാത്ര ചെയ്യുന്നൊരു കർത്താവ്. പലരും വിചാരിക്കാവുന്നൊരു കാര്യമാണ് ഭയം എന്നതിൻ്റെ ഓപ്പോസിറ്റ് ധൈര്യം, പ്രത്യാശ, ബലം എന്നൊക്കെയാണെന്ന്. എന്നാൽ ഞാൻ പറയട്ടെ, ഭയത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഫെയ്ത്ത്. ഓപ്പോസിറ്റ് ഓഫ് ഫിയർ ഈസ് ഫെയ്ത്ത്. ഭയം നമ്മെ തളർത്തുമ്പോൾ അത് നമ്മുടെ സമാധാനത്തെ ഇല്ലാതാക്കുമെന്ന് മാത്രമല്ല, ആ സമാധാനത്തിൻ്റെ അടിസ്ഥാനമായ നമ്മുടെ വിശ്വാസത്തെ അത് അറ്റാക്ക് ചെയ്യും. പ്രൈസ് ഗോഡ്. എവിടെ വിശ്വാസമുണ്ടോ അവിടുത്തെ ജനല് തുറന്ന് സമാധാനം പുറത്തേക്ക് അങ്ങ് പോവും. പല ഭയങ്ങളും വേറെ ഓടിയിരിക്കുന്നത് സംശയത്തിലാണ്. ദൈവം പ്രസൻ്റാണ്, നീതി നടത്തുന്നവനാ, അല്ലെങ്കിൽ അവൻ സഹായിക്കും. അങ്ങനെയൊക്കെയുള്ള ഓരോ ചിന്തകൾ. ഫെയ്ത്ത് പറയുന്നത് ദൈവം ഇവിടെ ഉണ്ടെന്നേ, ദൈവം നമുക്ക് പ്രൊവൈഡ് ചെയ്യുമെന്നേ, ദൈവത്തിന് എല്ലാ കാര്യവും സാധ്യമാണെന്നേ. തന്നെയുമല്ല, ഭയം പലപ്പോഴും വേരോടിയിരിക്കുന്നത് ഭീഷണിയിൽ, ഭീഷണിയുടെ വാക്കുകളിൽ. അത് ഒരു വിശ്വാസിയെ ത്രട്ടൻ ചെയ്യുന്നത്. ഫെയ്ത്ത് നമ്മളോട് പറയുന്നത് ദൈവം എന്തൊക്കെ ത്രെറ്റ് വന്നാലും അതൊന്നും സംഭവിക്കാതെ നിന്നെ സൂക്ഷിക്കും. എന്നാലും ആ ത്രെറ്റ് വന്നങ്ങ് കടന്നു പോകുമ്പോൾ എന്തൊക്കെ സംഗതി വെച്ച് ദൈവം ഇതിലെ നിന്നെ ലോകമെറിഞ്ഞോ അവിടെ ദൈവം ഇറങ്ങി വന്ന് നിന്നെ സഹായിക്കും. ഒന്നോർത്ത് നോക്കിക്കേ, ശൗല്, ഇസ്രായേലിൻ്റെ രാജാവ്, തന്നിൽ നിന്ന് അകന്നുപോയി എന്നൊരു തോന്നൽ എനിക്ക് വന്നു. അനോയിൻറ്റിങ് തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നി. തൻ്റെ അനുഗ്രഹം തനിക്ക് നഷ്ടപ്പെട്ടു പോലെ തോന്നി. തന്നെയുമല്ല, ഈ അനുഗ്രഹത്തെ ദാവീദിൻ്റെ മേൽ സ്വർഗത്തിലെ ദൈവം വെച്ചു. അത് ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു. അപ്പോൾ അവനങ്ങ് ഫ്യൂറിയസായി ശൗല്. പിന്നെ ദാവീദിനെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്നുള്ളൊരു ചിന്തയിലായി. വളരെ ആഴമേറിയ ആ ചിന്ത വേരൂന്നി താഴോട്ട് പോയിക്കൊണ്ടിരുന്നു. ദൈവമക്കളെ, മനസ്സിലാക്കണം, ശൗലിൻ്റെ സൈന്യം പല സമയങ്ങളിൽ വെച്ച് ദാവീദിനെ ഭീഷണിപ്പെടുത്തി കൊല്ലുവാൻ തക്കവണ്ണം ഭാവിച്ചു. പക്ഷെ അപ്പോഴും യഹോവ ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവം കൊടുത്തിട്ടുള്ള പ്രോമിസസിൽ അവൻ ധൈര്യപ്പെട്ടു. താൻ വിശ്വസിച്ചു ദൈവം തന്നെ സൂക്ഷിക്കുകയും താൻ അരുളി ചെയ്തതുപോലെ തന്നെ ഒരു ദിവസം തന്നെ ഇസ്രായേലിൻ്റെ രാജസിംഹാസനത്തിൽ ഇരുത്തുകയും ചെയ്യുമെന്ന് വിശ്വസിച്ചു. കുഞ്ഞെ, നിൻ്റെ വിശ്വാസം എങ്ങനെ? നിൻ്റെ വാഗ്ദത്തങ്ങളൊക്കെ പൊടി തട്ടിയെടുക്കാമോ എന്ന്? നമ്മുടെ ഈ മോഡേൺ വേൾഡിൽ ആക്സിഡൻറ്റ് നിമിത്തം, രോഗം നിമിത്തം, അപകടം നിമിത്തം, അൺസേർട്ടനായിട്ടുള്ള ചില വിഷയങ്ങൾ കടന്നു വന്നത് നിമിത്തം, തോൽവി നിമിത്തം, റിജക്ഷൻ നിമിത്തം പലപ്പോഴും ഭയപ്പെട്ടു പോയിട്ടില്ലേ? പലപ്പോഴും ഭയപ്പെട്ടു പോയിട്ടില്ലേ? ഈ ആർട്ടിക് എക്സ്പ്ലോറേഴ്സ്, ഒളിമ്പിക് അത്ലറ്റ്സ്, മിഷണറിമാർ
അവരെയൊക്കെ നമ്മുടെ മനസ്സിലേക്കൊന്ന് ഓർത്തേ. ഭയമൊരിക്കലും നമ്മളെ അടിമപ്പെടുത്തരുത്, നമ്മളെ ബലഹീനരാക്കരുത്. ഭീഷണിയൊക്കെ വരുന്ന സമയത്തെ നമ്മോടുള്ള വെല്ലുവിളി അതൊരു റിയാലിറ്റിയായി തീരുമ്പോൾ നമ്മുടെ സത്യത്തിന് വേണ്ടി നേരെ നിന്ന് നമ്മുടെ ഫോക്കസ് മാറ്റാതെ വണ്ണം മുന്നോട്ട് പോയാൽ, കുഞ്ഞെ, ഞാനൊരു കാര്യം തുറന്ന് ചോദിക്കട്ടെ, ദൈവവരം കൂടെ ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അനേകർ ഒരു ഭീഷണിയുടെ കറുത്ത മേഘത്തിനടിയിലാണ് ജീവിക്കുന്നത്. ചിലരുടെ ഭീഷണി രോഗമാണ്. ചിലർ ഭീഷണി എൻ്റെ മക്കളെ മുറിപ്പെടുത്തും, എൻ്റെ തലമുറയ്ക്ക് അത് ദോഷമായി തീരുന്നുള്ള ചിന്തയാണ്. ചിലത് അവരുടെ ജോലി പോലും നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ചിന്ത അവരുടെ ചെവിയിലേക്ക് കയറി വരാറുണ്ട്. വിശ്വാസം വിട്ടുകളയരുതേ. ദൈവത്തെയും അവൻ്റെ വചനത്തെയും നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുവാൻ തക്കവണ്ണമുള്ള അവൻ്റെ കഴിവിനെയും നാം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവൻ്റെ സമാധാനം അവൻ നമുക്ക് തരും. ലോകം തരുന്നത് പോലെ അല്ല. അവരെ സമാധാനം തക്കവണ്ണം നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. കണ്ടൻമെൻറ്റിൽ നാം ജീവിക്കണം. ഒരു ഇന്നർ കണ്ടൻമെൻറ്റ് നമുക്ക് വേണം. നമ്മുടെ എൻ്റയർ ഫോക്കസ് യേശു കർത്താവിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഇന്നർ സംതൃപ്തി നമ്മുടെ ജീവിതത്തിൽ കിട്ടത്തുള്ളൂ. ഞാൻ പറയാം, പ്രശ്നങ്ങളും ചില സിറ്റുവേഷൻസൊക്കെ വന്നിട്ട് നമ്മയും അമ്മാനമായിട്ടുള്ള സന്ദർഭങ്ങളില്ലേ, ഒന്ന് ഓർത്ത് നോക്കിക്കേ പുറകോട്ട്. എന്ത് ചെയ്തു? അങ്ങനെയുള്ള കാലഘട്ടങ്ങളിലും വിശ്വാസം, ഹല്ലേലൂയ, അതൊരു മുതൽക്കൂട്ടായിട്ട് കയ്യിലിരിക്കുന്നത് ഏറെ നന്ന്. ഞാൻ പറയട്ടെ, പലതരം ക്രിറ്റിസിസം ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് കേൾക്കേണ്ടി വരും. പക്ഷെങ്കിൽ ആ പർട്ടിക്കുലർ പ്രോബ്ലത്തെക്കുറിച്ച് ആരെങ്കിലും കോൺവെർസേഷൻ ഇടപെട്ടാൽ ഫുൾ സ്റ്റോപ്പ് ഇട്ട് വിട്. കാരണം ലോകമനുഷ്യർക്ക് നമുക്ക് പരിഹാരം തരാൻ തക്കവണ്ണ കയ്യിലൊന്നുമില്ല. രാവിലെ കട്ടിൽ നിന്നിറങ്ങി മുട്ടയിലിരിക്കാൻ പറ്റുന്നവർ മുട്ടയിലിരുന്ന് ദൈവത്തോടും കരഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവമേ, ഇതിൽ കൂടെ കടന്നു പോകാൻ ആവശ്യമുള്ള കൃപ എനിക്ക് തരണമേ. ദൈവത്തെ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ക്ഷമ കർത്താവിൻ്റെ പക്കലുണ്ടെന്നേ. നമ്മൾ ദൈവത്തിലേക്ക് നോക്കുമ്പോൾ ഉറക്കം വരാത്ത രാത്രികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. ദൈവം നമുക്ക് ഉറക്കം തരും. എന്തെല്ലാം ഇമോഷൻസ് വന്നാലും അതിനൊരു പ്രത്യേക രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള കൃപ ദൈവം നമുക്ക് തന്നിരിക്കും. മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ളതല്ല നമ്മുടെ വിചാരം. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ദൈവത്തെയും സമൃദ്ധമായിട്ടുള്ള അവൻ്റെ പ്രൊവിഷൻസിനെയും ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവ് നമ്മളോട് കരളി ചെയ്തതിന് വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരത്തില്ല. അവൻ തരുന്ന സംരക്ഷണമുണ്ടല്ലോ, അവൻ തരുന്ന സ്നേഹമുണ്ടല്ലോ, അവൻ ഏറ്റവും നല്ല സാഹചര്യത്തിൽ കൂടെ നമ്മളെ കടത്തിവിടുന്നതിന് ഉതകത്തക്കതായിരിക്കും. ദൈവം പേഴ്സണൽ പീസ് നമുക്ക് കൊണ്ടുവന്ന് തരും. അതുകൊണ്ട് ആങ്സൈറ്റി വറി ഫിയർ എല്ലാം കളഞ്ഞ് സ്വാതന്ത്ര്യത്തോടെ നടക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ കർത്താവിൽ ഫോക്കസ് ചെയ്താൽ, പ്രൈസ് ഗോഡ്, അവനിരിക്കുന്നത് പോലെ, നമ്മുടെ സ്ഥാനത്ത് അവനിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. അതാ അങ്ങനെ പറയുന്നതാണ് കൂടുതൽ ശരി. റൈറ്റ് അറ്റ് ദ മൊമെൻറ്റ്. അനേക ആൾക്കാർ ആശ്വാസം പ്രാപിക്കട്ടെ. നമുക്ക് ആവശ്യമായുള്ളതെല്ലാം പെട്ടെന്ന് സഹോദര ദൈവം ചെയ്തു തരട്ടെ, നൽകി തരട്ടെ. കർത്താവിൽ സന്തോഷിപ്പാൻ ദൈവം ഇതിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും നമ്മോടുകൂടെ ഉണ്ട്. ഈസ് പ്രസൻറ്റ് വിത്ത് us ഇൻ എവറി മൊമെൻറ്റ് ഓഫ് എവറി ഡേ. അത് വിശ്വസിക്കാൻ പറ്റുമോ?
സീ ഓഫ് ഗലീലി സമാധാനപരമായിരുന്നു. പക്ഷെങ്കിൽ അവിടെയും അസമാധാനക്കേട് വന്നു. എന്നാൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വെറുതെ വിട്ടില്ല. നടന്ന് അവരുടെ അടുത്ത് വന്ന് അവർക്ക് വേണ്ടത് കൊടുത്തു, അവർക്ക് തൃപ്തി കൊടുത്തു. ഹല്ലേലൂയ. എത്ര ഹോട്ട്സ്പോട്ട് ഈ ലോകത്തിലെ ഉണ്ടെങ്കിലും ഇവഞ്ച്വലി അവിടെയും ഒരു നോ പീസ് എന്ന് പറഞ്ഞൊരു സംഗതിയില്ല. സമാധാനം പുറത്ത്, കർത്താവ് സമാധാനം അകത്ത് കർത്താവ് തരട്ടെ. കണ്ണുടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, സമാധാനം കെടുത്തുവാൻ ശത്രു നിൽക്കുമ്പോൾ ശത്രുപാളയത്തിൽ നീ പാച്ചിലയച്ച് ശത്രുവിനെ ഓടിച്ച് ഞങ്ങൾക്ക് ജയം തരണം, സമാധാനം തരണം, സന്തോഷം തരണം. ആവശ്യമാകുന്ന കൃപകൾ ഞങ്ങളുടെ മേൽ ചൊരിയുമാറാണ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.